കുംഭമേള പ്രയാഗ്രാജ് 12 വർഷം കൂടുമ്പോൾ വ്യാഴത്തിൻ്റെ കണക്കിൽ ഒരു പൂർണ്ണ കുംഭമേള നടക്കുന്നു. അത്തരം 12 കുംഭമേളകളാകുമ്പോൾ, അതായത് 144 വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്നതാണ് മഹാകുംഭമേള. ഈ അപൂർവ മുഹൂർത്തത്തിൽ ഗ്രഹനിലകൾ പ്രത്യേക ക്രമം പാലിക്കുമ്പോൾ ചിലയിടങ്ങളിൽ ജലം അമൃതായി മാറുന്നു. ഈ അമൃതജലം നുകരാൻ ലോകം മുഴുവൻ ഒഴുകിയെത്തുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ ഒത്തുകൂടലാണ് ഇത്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലാണ് മഹാകുംഭമേള നടന്നുകൊണ്ടിരിക്കുന്നത്. ജനുവരി 10 ആരംഭിച്ച് ഫെബ്രുവരി 26 ശിവരാത്രി സ്നാനത്തോടെ ഈ പൂർണ്ണ കുംഭമേള പര്യവസാനിക്കും. ഒരു മനുഷ്യായുസ്സിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന പുണ്യം നുകരാൻ ഏവരും തീർത്ഥരാജനായ പ്രയാഗ്രാജ് സംഗമത്തിലേക്ക് എത്തിച്ചേരുന്നു. 50 കോടിയിൽ പരം ജനങ്ങൾ പുണ്യസ്നാനത്തിനായി എത്തുന്ന ഉത്സവം ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സാമീപ്യം കൊണ്ടുപോലും സൂക്ഷ്മതലത്തിൽ തന്നെ നമ്മുടെ ശരീരം സ്വാധീനിക്കപ്പെടും. പ്രത്യേക സ്ഥലം, പ്രത്യേക ദിവസം, പ്രത്യേക പൗർണമി, അമാവാസി, സംക്രമകാലം തുടങ്ങി പ്രകൃതിയിലെ പലതുകൊണ്ടും ഈ ഊർജ നിലകളിൽ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകും. പ്രകൃതിയുടെ ഊർജ താണ്ഡവത്തിലെ സൂക്ഷ്മഭാവങ്ങൾ പല രീതിയിലാണ് പ്രവർത്തിക്കുക. ഒരു ഗുരുവിൻ്റെ ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് ചുറ്റും വരയ്ക്കുന്ന പ്രഭാവലയം അദ്ദേഹത്തിൻ്റെ ശക്തമായ വൈദ്യുത കാന്തിക മണ്ഡലത്തെ സൂചിപ്പിക്കുന്നു. വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടും, കറുപ്പുണ്ടെങ്കിൽ വെളുപ്പും എന്നതുപോലെ മോശം റേഡിയേഷൻ ഉണ്ടെങ്കിൽ നല്ലതും ഉണ്ടായേ തീരൂ. സർവ്വ ജീവജാലങ്ങൾക്കും ഈ നല്ല പ്രസരണം കൃത്യമായ ദിശാബോധം നൽകും. ഈ പോസിറ്റീവായ ഊർജ പ്രസരണം തേടി, ദിശാബോധം തേടി ഊർജത്തിൻ്റെ മഹാപ്രവാഹമേൽക്കാൻ ഗംഗയും യമുനയും ഗുപ്ത സരസ്വതിയും ഹിമാലയമടക്കമുള്ള ഇടങ്ങളിൽ അമൂല്യമായ ഒരുപാട് രഹസ്യ ഇടങ്ങൾ കടന്നാണ് വരുന്നത്. അങ്ങനെയുള്ള ത്രിവേണി സംഗമത്തിലാണ് നമ്മൾ സ്നാനം ചെയ്യുന്നത്. ദേശാടന കിളികൾ കുറ്റമറ്റ ദിശാബോധം നൽകുന്ന ഊർജത്തിലേക്കാണ് അതിൻ്റെ യാത്ര. അതായത് ഗ്രഹങ്ങളുടെ സഞ്ചാരപഥങ്ങൾ കൃത്യമായി ഗണിച്ച് ഒട്ടും പിഴയ്ക്കാതെ 12 വർഷത്തിലൊരിക്കൽ കുംഭമേളയ്ക്ക് ഒത്തുകൂടുന്ന സന്യാസികളുടെ പാതയെ ആദരവോടെ പിന്തുടർന്നു പോകുന്നു. ഒരു മനുഷ്യായുസ്സിൽ കാണുവാൻ സാധിക്കുന്ന അത്യപൂർവമായ ഒരു ദിവ്യ സംഗമം, ആദിയും അന്ത്യവുമില്ലാത്ത ഒന്നാണ് സനാതന സംസ്കൃതി. നമ്മൾ കാണാത്ത കാലത്തും ഇക്കാലത്തും ഇനി നമ്മൾ കാണാതെ ഇരിക്കുന്ന കാലത്തും ഈ ഒരു സനാതന സംസ്കൃതി ഇതുപോലെ തന്നെ ഒഴുകിക്കൊണ്ടേയിരിക്കും. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത വിധം ആധ്യാത്മികതയുടെ ഒരു ഗംഗാ പ്രവാഹം. കൊടും തണുപ്പിൽ വഴിയോരങ്ങളിൽ കമ്പളം വിരിച്ചും കൈക്കുഞ്ഞുങ്ങളെ പേറിയും വാർദ്ധക്യം വകവയ്ക്കാതെയും ഹരഹര മഹാദേവ മന്ത്രം മുഴക്കിയും പുണ്യതീർത്ഥത്തെ ലക്ഷ്യമാക്കി ഒരു മഹാപ്രവാഹം. മൗനി അമാവാസി സുദിനത്തിൽ ഏകദേശം 12 കോടി ജനങ്ങൾ എത്തിയിട്ടുണ്ടാകും. മുൻ ദിവസം 3 കോടിയിൽ പരം, തൊട്ടടുത്ത ദിവസങ്ങൾ 2 കോടിയിലധികം. ഇനി എത്ര കോടികൾ വരാനിരിക്കുന്നു. ഇനി ഒരു 144 വർഷത്തിന് ശേഷം മാത്രം വരുന്ന മഹാകുംഭമേളയിൽ പങ്കെടുക്കുവാൻ നമ്മൾക്കാർക്കും തന്നെ സാധ്യമല്ല തന്നെ. എത്ര മികച്ച ഒരുക്കങ്ങൾ! യാതൊരു പരാക്രമവും കാണിക്കാതെ, അധികാരത്തിൻ്റെ ഹുങ്ക് ഭക്തജനങ്ങളിൽ ഏൽപ്പിക്കാതെ കാവലാളായി കരുതലോടെ നിൽക്കുന്ന പോലീസ് വൃന്ദം. ചെറുതും വലുതുമായ 3 ലക്ഷം ആശ്രമങ്ങൾ, 2 ലക്ഷം ആശ്രമങ്ങളിലെങ്കിലും നിരന്തരം ആധ്യാത്മിക പരിപാടികൾ. അണമുറയാതെ ഒഴുകുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ജലവും വിതരണം ചെയ്യുന്നു. താമസിക്കാൻ വിവിധ സൗകര്യങ്ങളോട് കൂടിയ ടെൻറ്റുകൾ, താൽക്കാലികമായി തയ്യാറാക്കിയ ശൗചാലയങ്ങൾ ഒട്ടനവധി. ഗംഗാതീരത്തെ പൂഴി മണലിൻ്റെ മുകളിൽ ലോഹപാളികൾ സ്ക്രൂയിട്ടുറപ്പിച്ച് മികച്ച റോഡ് സൗകര്യം. ഗംഗാനദിക്ക് കുറുകെ എയർ ബ്ലോക്സിൽ തീർത്ത പൂൺതൂൺ പാലം പണിതതോ പട്ടാളം. ആരും ആരെയും നിയന്ത്രിക്കാതെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ഒരേ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന ഭക്തർ. സൗമ്യതയോടെ തിരക്കിനെ നിയന്ത്രിക്കുന്ന അധികാരികൾ. ഒക്കത്ത് കുഞ്ഞുങ്ങളും ശിരസിൽ കമ്പളഭാണ്ഡവും പേറിയ അമ്മമാർ. വലിയ ചരടും ഷാളുമെല്ലാം കൂട്ടിക്കെട്ടി അതിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്നിച്ച് ചേർന്ന് നീങ്ങുന്നത് ഒരു ഗ്രാമം തന്നെയാണ്. ഒരുമിച്ച് വരുന്ന സൗകര്യങ്ങൾ ഒരു ഗ്രാമത്തിന് വേണ്ടത്ര ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും മികച്ച സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വന്ന് കോടികളിൽ ഒരാളായി അലിഞ്ഞ് തീർത്ഥഗണങ്ങളാൽ കോടി ജന്മപുണ്യം ആർജിക്കുവാൻ എല്ലാവർക്കും ഇടവരട്ടെ. സ്നേഹിച്ചവർക്കും കോപിച്ചവർക്കും ദ്വേഷിച്ചവർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ജ്ഞാനഭക്തി മോക്ഷ സംഗമമായ തീർത്ഥരാജനിൽ സ്നാനം നിർവഹിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എപ്പോഴും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥന മാത്രം. ബാഹ്യമായ കർമ്മങ്ങളിൽ വിശ്വസിക്കാതെ ആന്തരികമായ ആത്മീയ ലോകത്തിൻ്റെ നിഗൂഢതകളിലേക്ക് മാത്രം ഉറ്റുനോക്കുന്നവരാണ് സന്യാസിമാർ. അതിലൂടെ അവർ മോക്ഷം നേടുന്നു. നാഗസാധുക്കളെക്കുറിച്ച് നമുക്കറിയാം. കാവ്യവസ്ത്രം ധരിച്ച് കർശനമായ ആചാരങ്ങളും കഠിന തപസ്സുകളും അനുഷ്ഠിക്കുന്ന ഈ സാധുക്കളുടെ ലക്ഷ്യം ഗംഗ, യമുന, സരസ്വതി
എന്നീ 3 പുണ്യനദികൾ കൂടിച്ചേരുന്ന ത്രിവേണി സംഗമത്തിലെത്തി മുങ്ങിക്കുളിക്കുക എന്നതാണ്. ഇങ്ങനെ മുങ്ങിക്കുളിച്ചാൽ സകല പാപങ്ങളിൽ നിന്നും മുക്തി നേടാനാകും എന്നവർ കരുതുന്നു. അതുപോലെ ജനന മരണ ചക്രങ്ങളിൽ നിന്ന് മോചനം നേടാനാകുമെന്നുമാണ് ഇവരുടെ വിശ്വാസം. അമൃത് വീണ സ്ഥലമായതിനാൽ ഇവിടെ മുങ്ങിക്കുളിച്ചാൽ അമരത്വം നേടാം എന്നും വിശ്വസിക്കുന്നുണ്ട്. അഘോരികൾ മഹാരുദ്രന്റെ സൈനികരാണ്. ഒരു കൈയിൽ സാധനയ്ക്കുള്ള ജപമാലയും മറുകൈയിൽ അധാർമികയ്ക്കെതിരെ പോരാടാനുള്ള ആയുധവും ധരിച്ച ക്ഷാത്ര വീര്യരാണവർ. അഘോര സമ്പ്രദായത്തിൽ നാഗ സന്യാസികളും താന്ത്രികരും സിദ്ധപുരുഷന്മാരും അവധൂതന്മാരും ഒക്കെയുണ്ട്. ഹിമാലയ പർവ്വതത്തിന്റെ താഴ്വാരങ്ങളിലും കാശിയുടെ ശ്മശാന ഭൂമികളിലും നമുക്ക് അഘോരികളെ കാണാം. ഇപ്പോൾ ഇവിടെ മഹാകുംഭമേളയിലും. ഭാരതത്തിൽ പ്രധാനമായും 13 അഖാഡകളുണ്ട്. അവർ ഭാരതീയമായ യോഗ, തന്ത്ര, വേദാന്ത സാധനാ സമ്പ്രദായങ്ങൾ പിന്തുടരുന്നവരാണ്. തന്ത്രയിലെ ദേവതാ ഉപാസനാ മാർഗത്തിൽ ശ്മശാന സാധന പിന്തുടരുന്നവരാണ് ഒരു വിഭാഗം. ഇവരെ അഘോരികൾ എന്ന് വിളിക്കുന്നു. പഞ്ചമുഖ ശിവ സങ്കല്പത്തിൽ ഈശാനം, തത്പുരുഷം, സദ്യോജാതം, വാമദേവം, അഘോരം എന്നീ 5 ഭാവങ്ങളുണ്ട്. അഘോര സമ്പ്രദായം മഹാദേവന്റെ അതിതീവ്രമായ സാധനാ പന്ഥാവാണ്. അഘോരം എന്നാൽ ഘോരമല്ലാത്തത് എന്നും അർത്ഥമുണ്ട്. മഹാദേവനിലും ഗുരുവിലും തികഞ്ഞ ഭക്തിയും വിശ്വാസവും സമർപ്പണവുമുള്ള ഒരു സാധകന് ഈ മാർഗം ഘോരമേ അല്ല. അഘോരികളുടെ രൂപം നാം കണ്ടിട്ടുള്ളത് കറുത്ത വസ്ത്രവും ജടയും ധരിച്ച് രുദ്രാക്ഷമാല കഴുത്തിലണിഞ്ഞ് മേലാസകലം ഭസ്മം പൂശി കയ്യിൽ കപാലമോ ദണ്ഡോ ശൂലമോ ഒക്കെ ആയിട്ടാണല്ലോ. ഉരുക്കുപോലെ ഉറച്ച ശരീരവും അതിൽ തീക്കനൽ പോലെ തിളങ്ങുന്ന കണ്ണുകളും ജഡാവൽക്കലങ്ങളും ധരിച്ച് ഹരഹര മഹാദേവ് ജയ് വിളികളും ശംഖനാദവും മുഴക്കി ഉടുക്കിലെ ദ്രുതതാളങ്ങൾക്കൊപ്പം ആനന്ദ നൃത്തം ചവിട്ടിയെത്തുന്ന അഘോരികളുടെ വരവ് കാണുന്നവരിൽ ഭക്തിയും ഭയവും ഒരുപോലെ സൃഷ്ടിക്കുന്നതാണ്. ഈ മഹാകുംഭമേളയിൽ പ്രയാഗ്രാജിലെ ജനനിബിഡമായ പ്രദേശങ്ങളിൽ അവരിൽ ചിലരെ കാണാം. എന്നാൽ കുംഭമേളയിൽ നാം കാണുന്ന ഈ കാഴ്ചകൾക്കപ്പുറം സാധാരണ മനുഷ്യർക്കോ മാധ്യമപ്പടയുടെ ക്യാമറ കണ്ണുകൾക്കോ ഒപ്പിയെടുക്കാൻ സാധിക്കാത്ത പ്രയാഗിലെ നിഗൂഢമായ പ്രദേശങ്ങളിൽ അഘോരികളുടെയും താന്ത്രികരുടെയും നാഗരുടെയും വളരെ വലിയ സമ്മേളനം നടക്കുന്നുണ്ട് എന്നതാണ് സത്യം. അവിടെയാണ് യഥാർത്ഥ കുംഭമേള നഗരി. നമുക്കവിടെ അപ്രാപ്യമാണ്. അവിടെ സിദ്ധി വിജ്ഞാനീയത്തിലെയും ഭൈരവ തന്ത്രത്തിലെയും കാശ്മീരി ശൈവ സമ്പ്രദായത്തിലെയും ദശമഹാവിദ്യാ സാധനകളിലെയും മറ്റ് നിഗൂഢ വിദ്യകളിലെയും ദേവതാ സിദ്ധി പ്രദർശനങ്ങളും ഒപ്പം വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള വലിയ ചർച്ചകളും അതോടൊപ്പം ഈ ആർഷഭൂമിയുടെ ഭാവി പരിപാടികളെക്കുറിച്ചുള്ള പദ്ധതികളും മഹാമണ്ഡലേശ്വരന്മാരുടെയും താന്ത്രിക ഗുരുക്കന്മാരുടെയും മേൽനോട്ടത്തിൽ നടക്കുന്നുണ്ട്. അവിടങ്ങളിൽ നിന്നും പ്രളയജലം കണക്കെ ഹരഹര മഹാദേവ മന്ത്രധ്വനികളോടെ ആർത്തുല്ലസിച്ച് അമൃത സ്നാനത്തിന് വരുന്ന അഘോരിപ്പടയാണ് നാം ഇടയ്ക്കിടയ്ക്ക് കാണുന്നത്. സ്നാനത്തിന് ശേഷം ലക്ഷക്കണക്കായ ഈ യോഗികൾ എവിടെയോ എങ്ങോ പോയി മറയുന്നു. മഹാകുംഭമേളയിൽ നമ്മുടെ നഗ്നനേത്രങ്ങളുടെ ചെറിയ കാഴ്ചകൾക്കുമപ്പുറം പരിമിതമായ മാനവ ബുദ്ധിയുടെ പരിധിക്കുമുപരിയായി നിഗൂഢതകളിൽ നമ്മുടെ അഘോരികൾ ഉണ്ട്, നാടിനെയും നമ്മെയും സംരക്ഷിക്കാൻ. പക്ഷെ അതൊന്നും തന്നെ പൊതുസമൂഹത്തിന് മുന്നിലല്ലെന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ നാം ഒന്നും കാണുന്നില്ല, അറിയുന്നുമില്ല. കുംഭമേളയിൽ വരുന്നു, ചിലരെയൊക്കെ കാണുന്നു, നമ്മൾ സെൽഫി എടുക്കുന്നു, അമൃതസ്നാനം ചെയ്യുന്നു, തിരിച്ചു പോകുന്നു, അത്ര തന്നെ. ശിവന്റെ കാരുണ്യത്തിൻ്റെ മഹാസാഗരമാണ് ഒരു മനുഷ്യജന്മം മുഴുവൻ. തന്നെ ഉപാസിച്ച തൻ്റെ ഭക്തൻ ജീവനെ വെടിയുമ്പോൾ ജീവാത്മാവിനെ ശിവലോകത്തേക്ക് നയിക്കുന്നതിനൊപ്പം ഇത്രയും നാളും തന്നെ ആരാധിക്കുവാനായി അവൻ ഉപയോഗിച്ച ജഡമായ ശരീരം ശ്മശാനത്തീയിൽ വെന്തെരിഞ്ഞ് വെളുത്ത ചാരമായി കിടക്കുമ്പോൾ, മറ്റാർക്കും അത് വേണ്ടാതാകുമ്പോൾ അതിനെ കൂടി തൻ്റെ ശരീരത്തോട് ചേർത്ത് ഭസ്മമാക്കി ആനന്ദ താണ്ഡവമാടുന്ന അഘോരമൂർത്തിയാണ് ശിവൻ. മറ്റുള്ളവർ ഉപേക്ഷിക്കുമ്പോൾ തന്നിൽ ചേർത്ത് പിടിച്ച് തൻ്റെ ഭക്തനെ തന്നിലേക്ക് ചേർത്ത് പിടിക്കുന്ന പരമ്പൊരുൾ. ഭാരതത്തിൽ 2 വിധത്തിലുള്ള സന്യാസ സമ്പ്രദായങ്ങൾ പ്രധാനമായും കാണാം. ഒന്ന് മഠങ്ങൾ കേന്ദ്രീകരിച്ചും 2 അഖാഡകൾ കേന്ദ്രീകരിച്ചും. മഠങ്ങളിൽ ജ്ഞാനമാർഗത്തിൽ ശാസ്ത്ര അഭ്യാസികളായ സന്യാസികളും അഖാഡകളിൽ സാധനാമാർഗത്തിൽ ശസ്ത്രധാരികളായ സന്യാസികളെയും കാണാം. ശാസ്ത്രാഭ്യാസി നമുക്കറിയാം, ശാസ്ത്രം അഭ്യസിക്കുന്നവൻ. ശസ്ത്രാഭ്യാസി എന്ന് പറഞ്ഞാൽ ആയുധം അഭ്യസിക്കുന്നവൻ. അപ്പം ശസ്ത്രശാസ്ത്രധാരിയാണ് ഒരു സന്യാസി എന്ന് സാരം.
13 അഖാഡകളാണ് ഭാരതത്തിൽ പ്രധാനമായും ഇന്ന് പ്രവർത്തിക്കുന്നത്. ആദിശങ്കരൻ കേദാർനാഥിൽ വെച്ച് അഖാഡകൾക്ക് രൂപം നൽകിയെന്നും അതിതീവ്രമായ സാധനകൾക്കൊപ്പം തന്നെ ധർമ്മ സംരക്ഷണത്തിനായി വേണ്ടിവന്നാൽ ആയുധമെടുത്ത് പോരാടാനും അഖാഡകൾക്ക് നിർദ്ദേശം നൽകിയെന്നുമാണ് ഐതിഹ്യം. അവരിൽ മാലയും ഫാലയും ധരിച്ച രുദ്ര സൈനികരാണ് അഘോരികൾ. മാല എന്നാൽ ജപമാല, ഫാല എന്നാൽ ആയുധം. അഖാഡകൾ 13 ഉണ്ടെന്ന് പറയുമ്പോൾ അതിൽ ആദ്യത്തേത് ശങ്കര ദശനാമി സമ്പ്രദായത്തിൽപ്പെട്ട 7 അഖാഡകളാണ്. ഇത് ശൈവമാണ്. ഇവരെയാണ് പൊതുവെ നാഗസന്യാസിമാർ എന്ന് വിളിക്കുന്നത്. വൈരാഗികൾ എന്ന് വിളിക്കുന്ന വൈഷ്ണവ സമ്പ്രദായത്തിൽപ്പെട്ട 3 അഖാഡകളും ഉദാസീനികൾ എന്ന് വിളിക്കുന്ന സിഖ് പരമ്പരയിലെ ഗുരുക്കന്മാരെ ചേർത്ത് വിളിക്കുന്ന മറ്റു 3 അഖാഡകളുമുണ്ട്. അങ്ങനെ ഇതെല്ലാം ചേർത്ത് 13. ഇതിൽ ജൂന അഖാഡ ഏറ്റവും ആദ്യത്തേതും പൗരാണികവുമായ അഖാഡയാണ്. അഖാഡകളിൽ പലതും വാരണാസി, ഹരിദ്വാർ, നാസിക്, ഉജ്ജയിനി എന്നിവിടങ്ങളിൽ പ്രധാന കേന്ദ്രങ്ങളാക്കി പ്രവർത്തിക്കുന്നു. അതോടൊപ്പം ഭാരതത്തിൻ്റെ വിവിധ ഗ്രാമങ്ങളിൽ ഓരോ അഖാഡകൾക്കും പ്രത്യേകമായ കുടികൾ അല്ലെങ്കിൽ പാഠശാലകൾ ഉണ്ട്. ഇവിടെയാണ് അഖാഡകളിലെ ബാബമാരും സാധുക്കളും ഗ്രാമീണർക്കൊപ്പം താമസിക്കുന്നതും അവരെ ശാസ്ത്രാഭ്യാസവും ചെയ്യിപ്പിക്കുന്നത്. കുംഭമേളകളിലെ പ്രധാന നടത്തിപ്പുകാർ മേൽപ്പറഞ്ഞ ഈ 13 അഖാഡകളാണ്. കുംഭമേളകളിൽ ഓരോ അഖാഡകളിലെയും ആചാര്യന്മാരും മഹാമണ്ഡലേശ്വരന്മാരും ഒന്നിച്ചു കൂടുന്നത് വിദ്വത് സദസ്സുകളിൽ വെച്ചാണ്. ഭാരതത്തിൻ്റെയും അഖാഡകളുടെയും മുന്നോട്ടുള്ള പ്രയാണത്തിനുള്ള പ്രവർത്തന പദ്ധതികൾ നിശ്ചയിക്കുന്നതും ഇവിടെയാണ്. ഈ അഖാഡകളെല്ലാം കൂടി ചേർന്ന് തങ്ങളുടെ പരമോന്നത നേതാവായ ആചാര്യ മഹാമണ്ഡലേശ്വരെ തിരഞ്ഞെടുക്കുന്നതും കുംഭമേളകളിൽ വെച്ചാണ്. ഓരോ അഖാഡകൾക്കും കുലദേവതകൾ ഉണ്ടായിരിക്കും. ഉദാഹരണമായി ജൂന അല്ലെങ്കിൽ ഭൈരവ അഖാഡയുടെ ദേവത ഭഗവാൻ ദത്താത്രേയനാണ്. 52 മഠികളായി ഉപശാഖകളായി ഇതിനെ തിരഞ്ഞിട്ടുണ്ട്. ഓരോ അഖാഡകളും വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നു. അഖാഡകൾക്ക് പരമോന്നത ദേവത ഉള്ളതുപോലെ തന്നെ ഓരോ മഠികൾക്കും ഓരോ ദേവതകളും ഉപാസനാ മാർഗങ്ങൾ